പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. രാഹുൽ ഗാന്ധിയും പ്രണീതിയും തമ്മിലുള്ള വിവാഹ വാർത്ത വ്യാജമാണെന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം വന്നുകൊണ്ടിരുന്ന വാർത്ത എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ പ്രിയങ്ക ഗാന്ധി പ്രണീതിയുടെ വീട്ടിൽ ചെന്ന് വിവാഹാലോചന നടത്തിയെന്നും നവംബറിലാണ് ഇവരുടെ വിവാഹം, രാഹുൽ ഗാന്ധിയും പ്രണീതിയും തമ്മിലുള്ള വിവാഹം നവംബറിലാണ് നടക്കുന്നതെന്നുമായിരുന്നു വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു വാർത്ത വ്യാജമാണെന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. രാഹുൽ ഗാന്ധി വിവാഹിതനാവാൻ പോവുകയാണല്ലോ എന്നോർത്ത്. രാഹുൽ ഗാന്ധിക്ക് പ്രണീതിയെ പോലെയുള്ള ഒരു പാർട്ട്ണറെ ആയിരുന്നു നമ്മളെല്ലാവരും മനസ്സിൽ കണ്ടിരുന്നതും. പക്ഷേ നമ്മുടെ ആഗ്രഹമായി തന്നെ അവശേഷിക്കുകയാണ്. ഈ അടുത്തിടെ രാഹുൽ ഗാന്ധി കാശ്മീരി പെൺകുട്ടികളുമായി നടത്തിയ അഭിമുഖത്തിൽ കാശ്മീരി പെൺകുട്ടികൾ രാഹുൽ ഗാന്ധിയോട് വിവാഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ആൻസർ പറയുന്നത്, ഞാൻ വിവാഹിതരാണ്, ഞാൻ വിവാഹം ചെയ്തത് കോൺഗ്രസ് പാർട്ടിയാണ്, ഞാൻ സദാ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നൊക്കെയാണ്. തന്നെയല്ല, എൻ്റെ വീട്ടിൽ എപ്പോഴും ഞാൻ ഈ ഒരു ചോദ്യത്തെ അഭിമുഖീകരിക്കുകയാണ്, ഒരു സമ്മർദ്ദത്തെ വിവാഹത്തിൻ്റെ ഒരു സമ്മർദ്ദം നേരിടുകയാണെന്നും കൂടെ രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ആൻസറായിരുന്നു ഇങ്ങനെയൊരു ആൻസർ. പക്ഷേ ഇതിന് സമാനമായിട്ടുള്ളൊരു ആൻസർ ഒരു 5 വർഷങ്ങൾക്ക് മുൻപ് രാഹുൽ പറഞ്ഞിട്ടുണ്ട്. അന്നും ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധി ഒരു ഇൻ്റർവ്യൂയിൽ രാഹുൽ ഗാന്ധിയോട് വിവാഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, ഞാൻ കോൺഗ്രസ് പാർട്ടിയാണ് വിവാഹം ചെയ്തത്, കോൺഗ്രസ് പാർട്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ വൈഫെന്നും, കോൺഗ്രസ് പാർട്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ കുടുംബമെന്നും, രാഹുൽ ഗാന്ധിയുടെ രക്തത്തിലോടുന്നത് കോൺഗ്രസിൻ്റെ രക്തമാണെന്നൊക്കെ രാഹുൽ ഗാന്ധി ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു അന്ന് 5-6 വർഷങ്ങൾക്ക് മുൻപ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു ആൻസർ നൽകുന്ന സമയത്തും മറ്റൊരു ലേഡിയുമായിട്ട് രാഹുൽ ഗാന്ധി വിവാഹിതനാകാൻ പോവുകയാണെന്നുള്ളൊരു വാർത്ത, ഒരു ഗോസിപ്പ് വന്നുകൊണ്ടിരുന്നു. ആദിത്തി സിംഗുമായിട്ടുള്ള ഒരു വിവാഹ വാർത്ത. അന്ന് രാഹുൽ ഗാന്ധിയും ആദിത്തി സിംഗും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോകൾ, ഗാന്ധി കുടുംബത്തോടൊപ്പം ഈ ആദിത്തി നിൽക്കുന്ന ഫോട്ടോകളൊക്കെ ആയിരുന്നു അന്ന് പ്രചരിപ്പിച്ച് ഇവർ വിവാഹിതരാവാൻ പോവുകയാണെന്നുള്ളൊരു വാർത്ത വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിന് അന്നും ഇപ്പോൾ ഈ ഒരു പ്രണീതിയുമായിട്ടുള്ള വിവാഹ വാർത്ത രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാത്തതുപോലെ അന്നും ആദിത്യയുമായിട്ടുള്ളൊരു വിവാഹ വാർത്ത രാഹുൽ ഗാന്ധി അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂവിൽ രാഹുൽ ഗാന്ധി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കാശ്മീരി പെൺകുട്ടികളുമായി നടത്തിയ അഭിമുഖത്തിൽ രാഹുൽ ഗാന്ധി നൽകിയ അതേ ആൻസർ തന്നെയായിരുന്നു അന്ന് ഈ ഒരു സാഹചര്യത്തിലും രാഹുൽ ഗാന്ധി നടത്തിയത്, ഞാൻ കോൺഗ്രസ് പാർട്ടിയാണ് വിവാഹം ചെയ്തതെന്ന്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, രാഹുൽ ഗാന്ധിയുടെ ലൈഫിൽ ഇനിയൊരു വിവാഹം ഉണ്ടാവുമോ എന്നത് ഒരു ഡൗട്ട് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് ഒരു പെൺകുട്ടിയെ കിട്ടാൻ പ്രയാസമുള്ള ആളൊന്നുമല്ല. രാഹുൽ ഗാന്ധി ഞാൻ അനുയോജ്യമായ ആലോചനകൾ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തു നിന്നോ എന്തെങ്കിലും ഒരു സൂചനകൾ വന്നാൽ രാഹുൽ ഗാന്ധിയുടെ പരിസരത്ത് കാണാൻ കൊള്ളാവുന്ന വിദ്യാഭ്യാസമുള്ള ഒരുപാട് സുന്ദരികൾ തിങ്ങിക്കൂടി നിൽക്കും. പക്ഷേ എന്തോ രാഹുൽ ഗാന്ധി വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത് രാജ്യത്തെ വീണ്ടെടുക്കുക എന്നതാണ്. അപ്പോൾ അതിലേക്ക് പൂർണ്ണമായിട്ടും ശ്രദ്ധ മുഴുകിയിരിക്കുന്ന ഒരാൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമോ എന്നുള്ളതൊരു ഡൗട്ടാണ്. പക്ഷേ രാഹുൽ ഗാന്ധി വിവാഹം ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഈ ഒരു കാര്യം രാഹുൽ ഗാന്ധിക്കും കൂടെ തോന്നണ്ടേ. രാഹുൽ ഗാന്ധി ഇനിയൊരു വിവാഹം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടാവുമെന്നറിയില്ല. പക്ഷേ രാഹുൽ ഗാന്ധി എത്രയും പെട്ടെന്ന് വിവാഹിതനാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാത്ത പക്ഷം ഈ BJPയും RSSും രാഹുലിൻ്റെ പേരിൽ ഇങ്ങനെ എപ്പോഴും വിവാദങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അയാൾ എവിടെ പോയാലും അയാൾക്ക് അവിടെയെല്ലാം ഭാര്യമാരും മക്കളും ഉണ്ടെന്ന് പറയും. പക്ഷേ ഇതിൻ്റെ മുൻപ് ഈ ഒരു ഭാരത് ജോഡോ യാത്രയുടെ സമയത്ത് ഒരു BJP നേതാവ് അന്ന് ഒരു വലിയൊരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കാത്തത് രാഹുൽ ഗാന്ധിക്ക് കുട്ടികൾ ഉണ്ടാവാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ അവർ തന്നെ പറയാണ് രാഹുൽ ഗാന്ധിക്ക് മക്കളുണ്ട് എന്ന്. ഓക്കെ, ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. താങ്ക് യു.